നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്താ തനിക്ക് ഞാൻ ഓഫർ ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ട് തരും. ഡബിൾ ഓക്കെ. ആ പിന്നൊരു കാര്യം, ഒരു കാരണവശാലും ഇക്കാര്യം ആ നകുൽ അറിയരുത്. നകുലോ? ഏത് നകുല്? ആ നകുലിനെ നിങ്ങൾക്ക് അറിയില്ലല്ലേ? സാരമില്ല, വിട്ടേക്ക്. അതല്ല, എനിക്ക് 5-6 നകുലന്മാരെ അറിയാം. അതിലാരാണെന്നാ ചോദിച്ചത്. എടോ, ഈയിടെ ആ ജയിലിൽ നിന്ന് റിലീസായ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, ഒരു വിഗ്രഹക്കടത്തൊക്കെ നടത്തിയ ആളില്ലേ, ആ നകുല്. ഓ, അത് നമ്മുടെ കിളി നകുല്. ആ കിളി നകുലോ? അതെ, അവനീ കിളിയുടെ പരിപാടിയാ. കാട്ടിൽ പോയി കിളിയുടെ ഫോട്ടോ എടുത്ത് വിൽക്കും. നാട്ടിൽ വന്ന കിളി പോലുള്ള പെൺകുട്ടികളെ വളച്ചു വിൽക്കും. പോലീസ് പിടിക്കാതിരിക്കാൻ കാട് കയറിയ അവൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയത് തന്നെ. ആ അത് തന്നെ ആള്. അവൻ ഒരു കാരണവശാലും ഇക്കാര്യം അറിയരുത്. അവന്റെ കൊച്ചിനെ ഒന്നും അല്ലല്ലോ തട്ടിക്കൊണ്ടു പോകേണ്ടത്. അല്ല. ആ എന്നാ കുഴപ്പമില്ല. ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ. ശരി, ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങും. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി കൊച്ചിനെ പൊക്കിക്കോണം. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ശരി. എന്താ പുതിയൊരിടപാട്? ഓ, അമ്മയായിരുന്നോ? എന്റെ നല്ല ജീവനങ്ങ് പോയി. എന്താടി, നീ എന്തോ കള്ളത്തരം ഒപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ അറിയാതെ പിന്നെ എന്തോ പരിപാടി തുടങ്ങി. ഒരെണ്ണം ചെയ്തതിന്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല. ഇതങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ മാത്രമൊന്നുമില്ല. എന്റെ ഇമേജ് ഒന്ന് കൂട്ടാൻ വേണ്ടിയുള്ള സിമ്പിൾ ട്രിക്ക്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. മാളൂനെ ഒന്ന് ചെറുതായിട്ട് കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. എടി, മാളൂന് എന്തെങ്കിലും പറ്റിയ നിനക്കെന്താ മഹിയുടെ ജീവിതത്തിൽ സ്ഥാനം? ഒന്നാമതേ കല്യാണത്തിന്റെ കാര്യം കയ്യാലെ പുറത്തെ തേങ്ങ പോലെ ഇരിക്കുക. അതിനിടയിൽ ഇനി മാളൂനെ കൂടി കാണാതായ തീർന്നുമല്ല. അങ്ങനല്ലമ്മേ. ഗംഗ എങ്ങനെയാ മഹിയേട്ടന് ഇത്രയും പ്രിയപ്പെട്ടവളായത്? മാളൂന് അവളെ വലിയ ഇഷ്ടമായോണ്ട്. ആ എന്നാ അത് മാത്രമല്ല, ആ ബസ് അപകടവും കിഡ്നാപ്പിംഗും ഒക്കെ നടന്നപ്പോ ഗംഗയാണല്ലോ മാളൂനെ രക്ഷിച്ചത്. അതെ. അപ്പോ അതൊരു വലിയ കാരണോ? ഗംഗ സ്വന്തം ജീവൻ പണയം വെച്ച് മാളൂന്റെ ജീവൻ രക്ഷിച്ചു. അങ്ങനൊരു തോന്നല് മഹിയേട്ടന്റെ മനസ്സിലുണ്ട്. അതേ തോന്നല് മാളൂന്റെ മനസ്സിലും ഉണ്ട്. അതാണ് അവർക്ക് രണ്ടുപേർക്കും ഗംഗയോടുള്ള ഈ സ്നേഹവും അടുപ്പവും. ആ കിഡ്നാപ്പ് കഴിഞ്ഞപ്പോ ആണല്ലോ മഹിയേട്ടൻ അവളെ പ്രപ്പോസ് ചെയ്തത്. അത് ശരിയാ. അതിനു പിന്നെ നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോന്നു? മാളൂനൊരു കിഡ്നാപ്പർ തട്ടിക്കൊണ്ടു പോകുമ്പോ എന്റെ ജീവൻ പണയം വെച്ച് ഞാൻ അവളെ അയാളിൽ നിന്ന് രക്ഷിക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നീ ഒരു കെണിപ്പെട്ട നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ അറിയാൻ പാടില്ല. പിന്നെ നീ മാളൂനെ രക്ഷിക്കുന്നേ. ഇതൊക്കെ ഞാനും കിഡ്നാപ്പറും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാ. അഡ്ജസ്റ്റ്മെന്റോ? അതെ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഇതൊക്കെ നടക്കുവോ? നടക്കും, അല്ലെങ്കിൽ ഈ ശ്രേയ നടത്തും. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. അതെ, എല്ലാം സൂക്ഷിച്ചൊക്കെ ചെയ്യണേ. ആ അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.